അമ്മച്ചിക്ക് മനസ്സിലായത്. അന്നേരം പറഞ്ഞു, വചനം സൗഖ്യപ്പെടുത്തുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം ചോദിച്ചു, എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഏത് രോഗമാണ് എൻ്റെ വചന ശുശ്രൂഷയിലൂടെ സുഖപ്പെട്ടത്? എപ്പോഴാണിത് സുഖപ്പെട്ടത്? ഏത് വചനം പറഞ്ഞപ്പോഴാണ് സുഖപ്പെട്ടത്? അപ്പം അമ്മച്ചി പറഞ്ഞു, സത്യത്തിൽ കുറേയേറെ കാലമായിട്ട് ഉറക്കമില്ലായിരുന്നു. തിരുമേനി പ്രസംഗിക്കാൻ തുടങ്ങി, സൂപ്പർ ഉറക്കം. തീർന്നു കഴിഞ്ഞാൽ അറിഞ്ഞത്. ചില മനുഷ്യരങ്ങനെ. പണ്ടൊക്കെ ആയിരുന്നപ്പോൾ ഞാനിത് വിളിച്ചു പറയുമായിരുന്നു, ആ അമ്മച്ചി ഇരുന്ന് ഉറങ്ങുകയാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഇപ്പം പറയുകയില്ല. കാര്യം എന്നാണെന്നറിയോ? ഒരു മനുഷ്യന് എപ്പോഴാണ് ഉറക്കം കിട്ടുന്നത്? ഈ കാലഘട്ടത്തിൽ പലരുടെയും പ്രശ്നമാണ് എന്തില്ല? ഉറക്കമില്ല. രാത്രി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷനാ. മകളെ ഇപ്പം ആന്ധ്രയ്ക്ക് വിട്ടിരിക്കുക, തിരിച്ചു വരുവോ? വന്നില്ലേലും കുഴപ്പമില്ല, ലോണങ്ങ് അടച്ചാൽ മതിയായിരുന്നു. ഇവള് പോയാൽ നമ്മൾ പെട്ടത് തന്നെ. അതുകൊണ്ട് ഉറക്കമില്ല പലർക്കും. ലോൺ എടുത്തതിൻ്റെ 25 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്, ഇതാ 50 ലക്ഷം രൂപ പലിശയായി. ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ദേവാലയത്തെക്കുറിച്ച് ഓർത്താലും പലർക്കും ഉറക്കമില്ല. കാരണം എപ്പോഴാണ് വിധി തിരിഞ്ഞോ മറിഞ്ഞോ വരാൻ പോകുന്നത്? നമുക്ക് ഉറക്കമുണ്ടോ? ഇല്ല. ഏത് മേഖലയിലാണ് നമുക്ക് ഉറക്കം കിട്ടുന്നത്? അപ്പോൾ പല മനുഷ്യർക്കും എന്തില്ല? ഉറക്കമില്ല. പല വലിയ വലിയ ഇടവകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉറക്കമില്ല. കാരണം ഈ വർഷത്തെ ഭരണം ഇങ്ങനെ അങ്ങ് പോയി, അടുത്ത വർഷം ആരായിരിക്കും ഭരിക്കുക? ഉറക്കമില്ല. ഇങ്ങനെ മനുഷ്യൻ ഒരിക്കലും എന്തില്ല? സ്വസ്ഥതയും സമാധാനവും തീരെയില്ല. ഓരോ ദിവസവും ഞങ്ങൾ കിടന്നുറങ്ങുമ്പം ഇതാ ഞെട്ടിയാണ് കൊണ്ടിരുന്നത്. ജീപ്പിൻ്റെ സ്വരമൊക്കെ രാത്രി എന്താണ്? ഇടവകയിലെ ആളുകൾ ജീപ്പേൽ രാവിലെ വരും. എന്ത് കോന്ത്രാക്കൊള്ളിയും കൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് രാത്രി കിടന്നാൽ ജീപ്പിൻ്റെ സ്വരമാണ്. ഉറക്കമില്ല. മെത്രാച്ചന്മാർക്കും ഇല്ല ഉറക്കം, അച്ഛന്മാർക്കും ഇല്ല. കാരണം എന്താണ്? പിറ്റേ ദിവസം പള്ളി വരുമ്പോൾ എന്ത് കൊന്ത്രാക്കൊള്ളിയാ ഉണ്ടാകാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉറക്കമില്ല. അപ്പോൾ ധ്യാനമൊക്കെ കൂടാൻ വരുമ്പം, നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഓരോ മനുഷ്യർ നല്ലവണ്ണം ശാന്തമായിരുന്നു ഉറങ്ങിയാൽ എന്ത് ഞാൻ മനസ്സിലായിക്കോണം? എൻ്റെയൊക്കെ പ്രസംഗം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു മനുഷ്യന് ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോ. അതുകൊണ്ട് ഞാൻ ഒച്ച കുറച്ചു. കാരണം എന്താ? ആർക്കെങ്കിലും നമ്മുടെ പ്രസംഗ സമയത്തിരുന്ന് ഉറങ്ങിക്കോട്ടെ. മൊത്തം പേര് ഉറങ്ങുകയാണെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അടുത്ത വർഷവും പറവൂര് ഇതേ പ്രസംഗം തന്നെ നടത്താം. അല്ലെങ്കിൽ വേറെ പ്രസംഗം ഇനി ഉണ്ടാക്കണം. അതൊക്കെ വലിയ പൊലാപ്പാടാണ്. അതുകൊണ്ടല്ലേ ആണ്ടിലൊരു പ്രസംഗം മതി. എന്താണ്? 3 നോയമ്പ്, വലിയ നോയമ്പ്, പിന്നെ ഇതുപോലെ ഇതുപോലെയുള്ള ധ്യാനം നടത്തി പോകുന്നുള്ളൂ. ഇപ്പോൾ വലിയ നോയമ്പ്, 3 നോയമ്പും എല്ലാം, പിന്നെ കൺവെൻഷൻ, ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് സത്യത്തിൽ 1-2 പ്രസംഗം കൊണ്ട് ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ സത്യത്തിൽ ആർക്കെങ്കിലും ഉറക്കം വരികയാണെങ്കിൽ എന്നെ ഓർത്ത് നിങ്ങൾ ഉറങ്ങാതിരിക്കരുത്, ശാന്തമായിരുന്നു ഉറങ്ങണം. ഇവിടെയെങ്കിലും വെച്ച് അത് കിട്ടുമല്ലോ. അപ്പോൾ ഓർക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവർ, നമ്മളൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ജനിച്ചപ്പോൾ പുസ്തകത്തിൽ നോക്കി പഠിക്കേണ്ടത് വലുതും നമ്മൾ പഠിച്ചില്ല. ഇത് കേൾക്കേണ്ട സമയത്ത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നുമ്പോൾ പറയാൻ ആരും ഉണ്ടാവില്ല. അതിനെ കാര്യം. അപ്പം അതുകൊണ്ട് ഈ പിതാവിൻ്റെ ആത്മാവ് പുറപ്പെട്ടു വിടുന്ന അപ്പൻ്റെ ഹൃദയം പൊട്ടി ഒഴുകിയ ആത്മാവ്. അത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ ഒരു ദൈവത്തിൻ്റെ മകനാക്കി തീർക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലേക്ക് വന്ന് ആവസിച്ചു. പ്രിയമുള്ളവർ, ആവസിച്ചു. ഇപ്പം പരിശുദ്ധാത്മാവ് എവിടെയായിരിക്കുന്നത്? എൻ്റെ നെഞ്ചിൻ്റെ അകത്ത്. കണ്ടോ? എൻ്റെ ഉള്ളിലിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. എന്തിനായി ഈ ആത്മാവ് വന്നത്? നീ ഒരു മകനായി നിന്ന്, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിന്ന്, ഈ ഭൂമിയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നീ ക്രിസ്തുവിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുമ്പോഴും തിരുവചനം വിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു വേദനയുണ്ടാവും. എന്താണെന്നറിയോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 13 വായിക്കാം. 15 മുതലുള്ള വചനം. ജെറമ്യാ 13. നിങ്ങൾ കാതോർക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ്. ഞാനെന്ന ഭാവമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടേന്.
വായിച്ചേ. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവാണ് പറയുന്നത് കേട്ടോ. പിന്നെ കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇടറി വീഴുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. കണ്ടോ, നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുത്തവന് സാക്ഷിയാകണം. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ, ഇല്ലെങ്കിൽ വെളിച്ചം തേടുന്ന കാലം വരും. അന്ന് എന്തായിരിക്കും ഉള്ളത്? മരണത്തിന്റെ നിഴല്, പിന്നെ കൂരിരുട്ടുമായിരിക്കും. പിന്നെ കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. പിന്നെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. നിങ്ങൾ എന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ഈ ഭൂമി ജീവിക്കുന്നില്ലെങ്കിൽ രഹസ്യത്തിൽ എന്റെ ആത്മാവ് നിന്റെ ഉള്ളിലിരുന്ന് നിലവിളിക്കും, കരയും. വായിച്ചേ. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളൊരുക്കി കരയും. നീ അടിമത്തത്തിൽ പോയാൽ, നീ വചനം പാലിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മക്കള് വഴിതെറ്റിപ്പോവും, നിന്റെ കുടുംബം തകരും. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങൾ വഴിതെറ്റി നശിച്ച് ഇല്ലാതായി പോകുന്നത് കണ്ട് എന്റെ ആത്മാവ് നിന്റെ ഉള്ളിലിരുന്ന് വേദനയോടെ കരയും. പിന്നെ കണ്ണീർ ധാരധാരിയായി ഒഴുകും. കണ്ണുനീര് ധാരധാരിയായി ഒഴുകും. ഓർക്കണം, ആരുടെ വിലാപ ഇത്? പരിശുദ്ധാത്മാവിന്റെ കരച്ചില്. ആരുടെ കരച്ചില്? പരിശുദ്ധാത്മാവിന്റെ കരച്ചില്. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ചില ദേവാലയങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ കണ്ണുകളിൽ നിന്ന് സുഗന്ധം നിറഞ്ഞ കണ്ണുനീരുകൾ ഒഴുകിയിറങ്ങുന്ന അനുഭവം ഉണ്ടായി. കണ്ടവർ കൈവക്കിക്ക്. ഏത് പള്ളിയിലാ? ആ കട്ടച്ചിറ പള്ളിയിൽ. മണർകാട് പള്ളിയിലെ കൽക്കുരിശിൽ നിന്ന് എണ്ണ തുള്ളി തുള്ളിയായി കണ്ണുനീര് പോലെ പൊട്ടിയൊഴുകി. അവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ള പല ചിത്രങ്ങളിൽ നിന്നും പല വീടുകളിൽ വെച്ച് ഇതുപോലെ കണ്ണുനീരൊഴുകിയതായി റിപ്പോർട്ടുകളുണ്ട്. മണർകാട് മാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു ചിത്രം കൊണ്ടുവച്ചു. അവരെ പെന്തക്കോസിൽ പോകാൻ തീരുമാനിച്ചിരുന്ന കുടുംബമാണ്. 2-3 പ്രാവശ്യം പോയെന്നും തോന്നുന്നു. അവരുടെ വീട്ടിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അനേകം സ്ഥലങ്ങളിൽ ഷാർജ പള്ളിയിൽ വെച്ചിരുന്ന ചിത്രങ്ങളിൽ നിന്നും കണ്ണുനീരൊഴുകി. അപ്പൊ എന്തായാലും മാതാവിന്റെ ചിത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകിയത് യഥാർത്ഥമായി ഒഴുകിയതാണെന്നും ശാസ്ത്ര സത്യങ്ങൾക്കപ്പുറത്തുള്ള ഒരു കാര്യമാണെന്നും നിരീശ്വരവാദികൾ അടക്കമുള്ള ആളുകൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ടു. പരിശുദ്ധ സഭയും പിതാക്കന്മാർ മാറി മാറി അവിടെ പോയി സന്ദർശിച്ച് ഇത് ചരിത്രത്തിൽ നടക്കുന്ന ഒരു സംഭവമായി, ഒരു അത്ഭുതമായി, മാതാവിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമായി ഇതിനെ അംഗീകരിച്ചു. പരിശുദ്ധ പാത്രക്കീസ് ബാവ ആ ദേവാലയത്തെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ചെറിയ ദേവാലയമാണ്. അവിടെ അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു ദേവാലയമെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത് ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം അത് പ്രഖ്യാപിച്ച ശേഷം ആ പ്രഖ്യാപിച്ച ആ കൽപ്പന എഴുതിയിരുന്ന പരിശുദ്ധ പാത്രക്കീസ് ബാവ സൈൻ ചെയ്ത ആ സൈനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണോ ഇത്? അങ്ങനെ സംഭവിച്ചു. ഞാനിതെല്ലാം പോയി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയണ്ടേ? ചുമ്മാ അതും ഇതൊക്കെ പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് രാത്രിയും പകലുമായി പല സമയങ്ങളിൽ പോയി ഇത് സത്യമോ മിഥ്യോ എന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഈ കാര്യം സത്യമെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ്. പലരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനവിടെ പോയി ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആളുകളൊക്കെ ബസ്സേൽ അങ്ങോട്ട് വന്നിറങ്ങിയാൽ ഉടനെ ഇങ്ങനെ നോക്കും, കണ്ണുനീര് തോണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അച്ഛ ഒരു ശകലം തോണ്ടിങ്ങന്ന് മണത്ത് നോക്കും. അന്നേരം മറിയാമ്മ പറയും, കഴിഞ്ഞ വേള വന്നപ്പോൾ ഇതിനേക്കോളും മണമായിരുന്നു.
അങ്ങനെ അത്ഭുതം കണ്ടതിൻ്റെ സന്തോഷത്തോടെ, എടി നീ കണ്ടോ കണ്ണുനീര് വരുന്നേ? ഞാൻ കണ്ടു. അത്ഭുതം കണ്ടുകൊണ്ട് ആളുകൾ തിരിച്ചുപോയി. ഓർക്കണം, ഒരു പ്ലാസ്റ്റിക് കടലാസ് കണ്ണുനീര് പൊഴിക്കാനും മാത്രം ദൈവം അത്രമാത്രം സ്വർഗീയ അടയാളം ഒരു പ്ലാസ്റ്റിക് കൂടിലൂടെ എന്തുകൊണ്ട് നിർവഹിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ദൈവത്തിൻ്റെ രൂപഭാവം ദൈവം കൊടുത്തിരിക്കുന്ന ആർക്കാ പ്രിയമുള്ളവരെ? ആർക്കാ കൊടുത്തിരിക്കുന്നത്? മനുഷ്യനാ. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ കരയുമ്പം ആ കരച്ചിലും കണ്ണുനീരും വരേണ്ടത് ആരുടെ കണ്ണിക്കൂടിയാ? മനുഷ്യന്റെ കണ്ണിക്കൂടിയാ. തമ്പുരാനെ ഓർത്ത് കരയാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായി പോയ നമ്മളെക്കുറിച്ചൊക്കെ ഓർത്തപ്പം തമ്പുരാൻ പിന്നെ നോക്കി, എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് കരയാൻ തോന്നുന്നുണ്ട്, ഞാൻ എങ്ങനെ കരയും? ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സാധനമാണ് പ്ലാസ്റ്റിക്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഉപേക്ഷിച്ചാൽ സമൂഹത്തിന് പ്രശ്നമായി തീരും. അങ്ങനത്തെ ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കടലാസിൽ ഒരമ്മയുടെ ചിത്രം പതിഞ്ഞപ്പോൾ ആ ചിത്രത്തിലൂടെ കരയാനും മാത്രം സ്വർഗത്തിലെ പരിശുദ്ധ അമ്മ അത്രമാത്രം താന്നു കൊടുക്കാൻ കാരണം എന്താ? നമ്മളൊക്കെ അമ്മയ്ക്ക് വേണ്ടി നിലനിൽക്കേണ്ടവരായിരുന്നു. ഈ ഭൂമിയിൽ അമ്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവരായിരുന്നു. പക്ഷെ നമ്മളാരും നിന്നുകൊടുത്തില്ല. കണ്ടോ കരച്ചില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കണ്ണീരിൻ്റെ അർത്ഥം എന്താ? അപ്പം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിച്ചു. എണ്ണ എന്ന് പറയുന്നത് ബൈബിൾ എന്തിനെ സൂചിപ്പിക്കുന്നതാ? എണ്ണ എന്തിനെ സൂചിപ്പിക്കുന്ന? സാമുവേല് ശൗലിൻ്റെ തലയിലേക്ക് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. മൂറോൻ എണ്ണ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യുന്നു. എന്തിൻ്റെ അടയാളമാണ് ഇത്? പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിൻ്റെ ബൈബിളിലെ സ്വർഗീയ അടയാളമാണ് എണ്ണ എന്ന് പറയും. പരിശുദ്ധാത്മാവിനെ പല സാധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നൊക്കെ സാധനമായിട്ടാ? എണ്ണ. പിന്നെ പരിശുദ്ധാത്മാവ് എന്തിനോടൊക്കെ ഉപമിക്കുന്നത്? വെള്ളം, പിന്നെടാ പ്രാവ്, പിന്നെ അഗ്നി, ഇങ്ങനെ കാറ്റ്. ഉണ്ടോ? അപ്പൊ എണ്ണ എന്ന് പറയുന്നത് എന്താ? ദൈവാത്മാവിന്റെ അടയാള. കണ്ണുനീര് എന്ന് പറയുന്നത് എന്തിന്റെ അടയാള? അതും അറിയാമല്ലേ? ദുഃഖത്തിന്റെ അടയാള. അങ്ങനാണെങ്കിൽ നമ്മുടെ സഭയിൽ ഒരമ്മയുടെ ചിത്രത്തിൽ നിന്ന് കണ്ണുനീര് എണ്ണയായിട്ടൊഴുകി എന്ന് പറഞ്ഞാൽ ആര് കരയുന്നെന്നർത്ഥം? പരിശുദ്ധാത്മാവ് കരയുന്നു എന്നർത്ഥം. പരിശുദ്ധാത്മാവ് കരയുന്നു എന്നർത്ഥം. പ്രിയമുള്ളവരെ, ഞാൻ കരയുക എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളിൽ പലരും ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലനിൽക്കാത്തതിനെ ഓർത്ത് ഞാൻ കരയുന്നു. കണ്ടോ? നമ്മളെയൊക്കെ ഓർത്ത് ഒത്തിരി ദുഃഖമുണ്ട്. സത്യത്തിൽ ലോകം പാപത്തിലേക്ക് പോകുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി ഭൂമിയിലെ മധ്യസ്ഥരായി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അതുകൊണ്ടല്ലേ ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയമുള്ളവരെ, ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് പുരോഹിതന്മാർ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് പുരോഹിതന്മാർ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്റെ ജനത്തെ നീ ശിക്ഷിക്കരുതേ. കണ്ടോ? അപ്പോ ഞങ്ങൾ പുരോഹിതന്മാരുടെയും പ്രധാനാചാര്യന്മാരുടെയും വലിയ ദൗത്യങ്ങൾ ഒന്നാണ് ദൈവജനത്തിന് വേണ്ടി ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. ജോയേൽ 2:12 തൊട്ട് 15-16 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണുന്നു. അപ്പോൾ സത്യത്തിൽ കരയേണ്ട ഒരു വിഭാഗം ആരാണ് ജനത്തിന് വേണ്ടി? ആരാണ്? പുരോഹിതന്മാർ. ഞങ്ങൾക്ക് മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് കരയാൻ നേരെ വിളിക്കാം. ഇപ്പം ഞാൻ കോട്ടയത്തു നിന്ന് വരിക, എങ്ങനെയും പറവൂർ പള്ളി ഒന്ന് പ്രസംഗിക്കണം, വൈകിട്ട് തിരിച്ച്
മൺറാട്ടുപള്ളിയിൽ ചെല്ലണം. ഇതിനിടയ്ക്ക് കരയാൻ എവിടെയാണ് നേരം? മൺറാട്ടുപള്ളിയിലുള്ള പ്രസംഗം പ്രിപ്പയർ ചെയ്യണം ഇങ്ങോട്ട് പോകുന്ന വഴിക്ക്. ഇങ്ങോട്ട് പോരും പറവൂർ പള്ളിയിലേക്കുള്ള പ്രസംഗങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഇതിനിടയ്ക്ക് എപ്പോൾ കരയാൻ നേരമുണ്ടോ? ഇല്ല. അപ്പോൾ പലർക്കും തിരക്കാ. ഞങ്ങൾക്കൊക്കെ തിരക്കാ. എപ്പോഴാണ് കരയാൻ നേരം? പിന്നെ ഈ ജനത്തിനു വേണ്ടി കരയാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയേണ്ടത് ആരാ കരയേണ്ടത്? നിങ്ങളാ കരയേണ്ടത്. കണ്ടോ? വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ടത് നമുക്ക് എവിടെയാ നേരം? പ്രാർത്ഥിക്കാൻ നേരം എവിടെയാ? ദൈവദർശനത്തിലിരിക്കാൻ നേരം എവിടെയാ? നമുക്കില്ല. അയലോക്കംകാരനെ ഏൽപ്പിക്കുക, നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. 2 രൂപ കൊടുത്ത് എഴുതി വെച്ചേക്കാം, അച്ഛൻ പ്രാർത്ഥിച്ചേരെ, എനിക്ക് വരാൻ നേരമില്ല. അച്ചായന് വേണ്ടി 2 കുർബാന ഇല്ലിച്ചേരെ, അച്ചായൻ പോകുന്നേ പോട്ടെ മേളിലോട്ട് സ്വർഗത്തിലേക്ക്. നമ്മളിങ്ങനെ മറ്റുള്ളവനെ ഏൽപ്പിച്ച്, ഇതാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവനെ ഏൽപ്പിച്ച് ജീവിക്കുക. അങ്ങനെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരകനായി തീരേണ്ടവർ ഇതാ ആ ജോലി നിർവഹിക്കാതെ വന്നപ്പോൾ കൽക്കുരിശുകൾ കരഞ്ഞു തുടങ്ങി. ഓർക്കണം, ബൈബിളിൽ രേഖപ്പെടുത്തി യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു പറഞ്ഞു, നിങ്ങൾ അഹങ്കരിക്കരുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉൽപ്പാദിപ്പിച്ച് അവനെ കൊണ്ട് കാര്യം ചെയ്യിക്കാൻ ദൈവത്തെ കൊണ്ടാവുമെന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഈ വചനം? ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ പുറപ്പെടുവിക്കാൻ ദൈവത്തെ കൊണ്ടാകുമെന്ന് നിങ്ങൾ മറക്കണ്ട. യോഹന്നാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്